പ്രിയപ്പെട്ടവരെ, നിതിനാണ് ഇസ്രായേലിൽ നിന്ന്. ഇസ്രായേലിൽ നിന്ന് കുറച്ച് മലയാളി സുഹൃത്തുക്കളെ ഒരു വീഡിയോ കാണാൻ എനിക്ക് സാധിച്ചു. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ തട്ടിമാറ്റി പോരുത് കേട്ടോ. കാരണം വെച്ചാൽ ഇന്ന് നമ്മൾ ഒരുപാട് പേര് ഉള്ളത് യുദ്ധത്തിൻ്റെ ന്യൂസുകൾ കേൾക്കുന്ന ഒരു ഇതിലാണ് നമ്മളുള്ളത്. ഇറാന് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം ചില ദിവസങ്ങൾ നമ്മളില്ലേ ഞെട്ടിയിട്ട് വരെ എണീക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് നമ്മൾ. പക്ഷേ ഇറാനും ഇസ്രായേലുമായ യുദ്ധത്തിൻ്റെ ഈ ന്യൂസിൻ്റെ ഇടയിൽ ചില മലയാളികൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നവരും അതേപോലെ തന്നെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരും തെറി വിളിച്ചിട്ട് കമൻറ്റുകൾ ഇടുന്നുണ്ടായിരുന്നു. അവരടിക്കണം, ഇവരടിക്കണം, അതങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. എന്തിനാണ് സുഹൃത്തുക്കളെ നിങ്ങൾ അങ്ങനെ കമൻ്റ് ഇടുന്നുള്ളത്? നിങ്ങളൊന്ന് നോക്ക്. നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്ര ലക്ഷം ജനങ്ങൾ GCC കൺട്രിയിൽ ജോലി ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് ഓർക്കുന്നുണ്ടോ? നമ്മളിവിടെ ജോലിക്ക് വന്നിട്ടുള്ളത് എന്തിനാ? പട്ടിണി കൂടാണ്ട് നമ്മുടെ കുടുംബത്തെ നോക്കാനും അതേപോലെ തന്നെ നല്ല ഇതിലൊരു വീടെടുക്കാൻ, അങ്ങനെ പല ആഗ്രഹവുമായിട്ടാണ് നമ്മളിവിടെ ഗൾഫിലോട്ടേക്ക് വന്നിട്ടുള്ളത്. ആ സമയത്ത് ചില ആളുകൾ ഇങ്ങനെയുള്ള കമൻറ്റുകളെല്ലാം ഇടുമ്പോൾ അല്ലേ സങ്കടം തോന്നിപ്പോന്ന്. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞ് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് GCC കൺട്രിയിൽ നിൽക്കുന്ന നമുക്ക് പേടിയാകുന്നു അറിഞ്ഞിട്ട്. അവൻ സൗദിയിലോട്ട് ജോലി ചെയ്യുന്നുള്ളത്. കാരണം വെച്ചാൽ അവൻ്റെ മക്കളെ പഠിപ്പിക്കാനും വേണ്ടിയിട്ട് അവൻ ലോൺ എടുത്തിട്ടുണ്ട്, വീടിനും വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ലോണുകളും കാര്യങ്ങളും ഉണ്ട്. ഈ യുദ്ധമെല്ലാം കാണുമ്പോൾ നമുക്ക് പേടിയാണെന്ന്. കാരണം വെച്ചാൽ ഇപ്പോൾ ഇറാനും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ പേടിപ്പെടുത്തുന്നുള്ളത് നമ്മളെ GCC കൺട്രിയിലാണ്. അവിടെ അടിച്ച് ഇവിടെ ആക്രമിച്ച് എന്നെല്ലാം പറഞ്ഞിട്ട് ഇറാന് GCC കൺട്രീനെയാണ് ആക്രമിക്കുന്നത് നമ്മൾ കാണുന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ ഇത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അൽഹംദുലില്ലാ. അപ്പം നിങ്ങൾ ഈ ഇങ്ങനെയുള്ള കമൻറ്റുകളെല്ലാം എഴുതിയിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് എന്താണ് അതിൽ കാര്യം? എൻ്റെ സുഹൃത്തുക്കളെ, യുദ്ധത്തിനെ കൊണ്ട് നഷ്ടപ്പെടുന്നതായിരിക്കുമെന്നറിയോ? ഒരുപാട് പാവപ്പെട്ട ആളുകൾക്കാണ് മരണപ്പെട്ടു പോകുന്നതും. ഇപ്പം ഇസ്രായേൽ യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും ഇറാനിൽ യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും പാവപ്പെട്ട ജനങ്ങളാണ് അവിടെ മരണപ്പെട്ടു പോകുന്നുള്ളത്. ഇസ്രായേലിലും ഒരുപാട് മലയാളികളുണ്ട്, അതേപോലെ തന്നെ ഇറാനിലും ഇന്ത്യക്കാരുണ്ട് എന്നാണ് പറയുന്നുള്ളത്. അവിടെ യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും പേടിയുണ്ടാവുമല്ലോ അവർക്ക്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പേടി നമ്മൾ GCC രാജ്യത്തെ നമ്മൾ പേടിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് ന്യൂസുകൾ കാണുമ്പോൾ, ന്യൂസുകൾ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മീഡിയക്കാർ ഫേക്ക് ന്യൂസാണ്. ഓരോരാളെ വാക്കുകൾ കേട്ടിട്ടാണ് ഇവർ ന്യൂസ് പഠിച്ചിട്ടുണ്ടാക്കുന്നതാണെന്നും തോന്നുന്നു. എനിക്ക് സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും നമുക്ക് അന്നം തരുന്ന നാടിന് വേണ്ടിയിട്ട് നമ്മൾ എന്നും പ്രാർത്ഥിക്കേണ്ടതാണ്. അതല്ലാണ്ട് ഈ കാണുന്ന ന്യൂസുകൾ ഇതിൽ കാണുമ്പോൾ അതിൻ്റെ താഴെ അവരടിക്കണം, ഇവരടിക്കണം, മറ്റവരടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമൻ്റ് ഇട്ടത് കൊണ്ടും ഒന്നും നേടാനും വേണ്ടിയിട്ട് പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ എത്രയോ പാവപ്പെട്ടവരാണ് മരണപ്പെട്ടു പോകുന്നുള്ളത് യുദ്ധത്തിനെ കൂട്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നമ്മളെ ഗൾഫ് രാജ്യത്ത് കൊച്ചു കേരളത്തിലത്തെ എത്ര ലക്ഷം മലയാളികളുണ്ട് ഇവിടെ ജോലി ചെയ്യുന്നത്. അവർ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ കുടുംബത്തെ പട്ടിണി കൂടാതെ നോക്കാനും വേണ്ടിയിട്ടും നമ്മൾ ആഗ്രഹിച്ച നല്ലൊരു വീടാവാനും വേണ്ടിയിട്ടും എത്രയോ ആളുകൾ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരുടെ ഗൾഫിൽ വന്നിട്ട് ആഗ്രഹം കൊണ്ട്, ഒരു വീടെന്ന സ്വപ്നത്തിൻ്റെ ആഗ്രഹം കൊണ്ട്, മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ട് എത്രയോ ഇതിനും വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എന്തിനും വേണ്ടിയിട്ടെന്നറിയോ? ഇതിനും വേണ്ടിയിട്ടാണ്.
എന്നിരുന്നാലും ആ ഇസ്രായേലിൽ നിന്ന് നമ്മുടെ മലയാളി സുഹൃത്തുക്കളുടെ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാട്ടിക്കാട്ടാ. ഹലോ പ്രിയപ്പെട്ടവരെ, നിതിനാണ് ഇസ്രായേലിൽ നിന്ന്. ഞങ്ങൾ ഇന്ന് ചെറിയ പെരുന്നാൾ കേരളത്തിലെല്ലായിടത്തും ലോകത്തിലെല്ലായിടത്തും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇസ്രായേലിൽ ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം കൂടെ ഒരു ബിരിയാണിയൊക്കെ ആക്കിയിട്ട് അടിപൊളിയായിട്ട് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഞങ്ങൾക്ക് ഇന്ന മതം എന്നോ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഇന്ന ആളെന്നോ ഞങ്ങൾക്കില്ല. ഞങ്ങളെല്ലാവരും ഒരേപോലെയാണ്. ഞങ്ങൾ അങ്ങനെയാണ് ജനിച്ചു വളർന്നത്. ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ എല്ലായിടത്തും ഇന്ന ആൾക്കാരെല്ലാവരും ഉണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് മതം കൂട്ടിച്ചേരേണ്ട കാര്യമോ അല്ല ജാതി കൂട്ടിച്ചേരേണ്ട കാര്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയം കൂട്ടിച്ചേരേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി എല്ലാ മതക്കാരും ഒരുമിച്ച് കൂടി ഞങ്ങൾ ബിരിയാണി ആക്കുകയാണ്. ബിരിയാണി ആക്കി ഞങ്ങൾ കഴിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. കണ്ടല്ലേ, എത്രയോ സന്തോഷമായില്ലേ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ. ഇസ്രായേലിൽ നിന്ന് നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ ഈദിനും വേണ്ടിയിട്ട് ബിരിയാണി വേവിച്ച് കഴിക്കുന്ന ആ ഒരു സംഭവം. അവിടെ എന്താണ് നമ്മൾക്ക് മതമെന്ത്, രാഷ്ട്രീയമെന്ത്? നമ്മുടെ ഇന്ത്യക്കാർ, നമ്മുടെ മലയാളികൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നിപ്പോയി ഇപ്പോൾ ഈ വീഡിയോ. എന്നിരുന്നാലും എത്രയും പെട്ടെന്ന് നമ്മുടെ ഇവിടെയുള്ള യുദ്ധം അവസാനിച്ച് എല്ലാവരും സന്തോഷത്തോടു കൂടി കഴിയട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം.